COVID-19 ഒരു പാൻഡമിക് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കോവിഡ് കൂടാതെ വേറെ ഏതൊക്കെ അസുഖങ്ങളാണ് നിലവിൽ പാൻഡമിക് ആയിട്ടുള്ളതെന്ന് അറിയാമോ? ഉത്തരം അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഡെഫിനറ്റ്ലി ഉത്തരം നിങ്ങൾക്ക് വീഡിയോയിൽ നിന്ന് കിട്ടും. കഴിഞ്ഞ കുറേ മാസങ്ങളായി, കൃത്യമായി പറഞ്ഞാൽ ഫെബ്രുവരി മുതൽ കൊറോണയും കോവിഡുമായി റിലേറ്റഡായി നമ്മൾ കുറേ പുതിയ വാക്കുകൾ പരിചയപ്പെട്ടു. അതെന്തൊക്കെയാണെന്നൊന്ന് ബ്രീഫ് ചെയ്യുകയാണ് ഈ വീഡിയോയിൽ. നിങ്ങൾ എന്നെ ആദ്യമായി കാണുകയാണെങ്കിൽ എൻ്റെ പേര് നീതു. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമതായി, കൊറോണ എന്നും കോവിഡ് എന്നും COVID-19 എന്നുമൊക്കെ നമ്മൾ പറയുന്ന ഈ അസുഖത്തിൻ്റെ യഥാർത്ഥ പേരെന്താണ്? ഇതിലേതാണ് ഇതിനെ കറക്റ്റായി പറയുക? അപ്പോൾ കൊറോണ എന്നത് അല്ലെങ്കിൽ കൊറോണ വൈറസ് എന്നത് ഒരു ഒറ്റ ടൈപ്പ് വൈറസ് അല്ല, അതൊരു വൈറസ് ഫാമിലിയാണ്. പല ടൈപ്പ് അസുഖങ്ങൾ ഈ കൊറോണ വൈറസ് ഫാമിലിയിലുണ്ട്. സാർസ്, മെഴ്സ്, ഇതൊക്കെ പല ടൈപ്പ് കൊറോണ വൈറസുകളാണ്. കൊറോണ വൈറസുകൾ സാധാരണയായി മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്നതാണ്. കൊറോണ വൈറസിനെ COV അല്ലെങ്കിൽ കോവ് എന്ന ഷോർട്ട് ഫോമിലും വിളിക്കാറുണ്ട്. ഇതേ കൊറോണ വൈറസ് ഫാമിലിയിലുള്ള ഏറ്റവും പുതിയ അസുഖമാണ് നമ്മൾ ഇപ്പോൾ നേരിടുന്ന പ്രശ്നമായ COVID-19 എന്ന അസുഖം. COVID-19 എന്നാൽ കൊറോണ വൈറസ് ഡിസീസ് 2019. COVID-19 എന്ന് കൂടാതെ SARS-CoV-2 എന്നും ഈ അസുഖത്തിനെ വിളിക്കാറുണ്ട്. അപ്പോൾ കൊറോണ അല്ലെങ്കിൽ കൊറോണ വൈറസ് എന്ന് പറയുന്നത് ഒരു വൈറസ് ഫാമിലിയാണ്. COVID-19 അല്ലെങ്കിൽ SARS-CoV-2 എന്ന് പറയുന്നതാണ് നമ്മൾ ഇപ്പോൾ നേരിടുന്ന പാൻഡമിക്കായ ഈ അസുഖം. അപ്പോൾ പാൻഡമിക് എന്ന വാക്ക് നമ്മളിപ്പോൾ യൂസ് ചെയ്തു. അപ്പോൾ പാൻഡമിക് എന്താണ്, എപ്പിഡമിക് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. എപ്പിഡമിക്കിന് WHO കൃത്യമായ ഡെഫിനിഷൻ ഉണ്ട്. എപ്പിഡമിക് ഈസ് എ റാപ്പിഡ് സ്പ്രെഡ് ഓഫ് എ ഡിസീസ് ടു എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ in a given population within a short period of time. അപ്പോൾ ഒരു ജനസമൂഹത്തെ വ്യാപകമായി ബാധിക്കുന്ന ഒരു അസുഖത്തിനെയാണ് എപ്പിഡമിക് എന്ന് വിളിക്കുന്നത്. ഇതിനെ മലയാളത്തിൽ പകർച്ചവ്യാധി എന്നോ സാംക്രമിക രോഗമെന്നൊക്കെ വിളിക്കാം. അപ്പോൾ എപ്പിഡമിക് സാധാരണ ഒരു ചെറിയൊരു റീജിയനിൽ അല്ലെങ്കിൽ ചുരുക്കം ചില രാജ്യങ്ങളിലാണ് പടർന്നു പിടിക്കാറുള്ളത്. നമ്മൾ 2018 നേരിട്ട നിപ്പ വൈറസ് ബാധയൊക്കെ ഒരു എപ്പിഡമിക് ആയിരുന്നു. അപ്പോൾ അത് വളരെ ഡെഡ്ലി ആയിട്ടുള്ളൊരു ഡിസീസാണ്, പക്ഷേ അതൊരു വളരെ ചെറിയ ഏരിയയിൽ കണ്ടെയ്ൻഡ് ആയിരുന്നു. അതുകൊണ്ട് അതൊരു എപ്പിഡമിക് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതേപോലെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കൻ രാജ്യങ്ങളിലുണ്ടായിരുന്ന എബോളയും ഒരു എപ്പിഡമിക് ആയിരുന്നു. കാരണം ആഫ്രിക്കയിലുള്ള ചെറിയ കുറച്ച് രാജ്യങ്ങളിലാണ് ഈ എപ്പിഡമിക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അതിനെ ഒരു എപ്പിഡമിക് ആയിട്ടാണ് WHO ക്ലാസിഫൈ ചെയ്തിരുന്നത്. അപ്പോൾ പാൻഡമിക് എന്താണ്? പല രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലും, അതായത് ലോകം മുഴുവനും പടർന്നു പിടിക്കുന്ന ഒരു അസുഖത്തിനെയാണ് പാൻഡമിക് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേരിടുന്ന COVID-19 ആദ്യം എപ്പിഡമിക് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. കാരണം ഒരു ഫെബ്രുവരി സമയം വരെ ചൈന, ഇറ്റലി, ഇറാൻ ഇങ്ങനെ കുറച്ച് രാജ്യങ്ങളിൽ മാത്രമേ ഇത് പടർന്നു പിടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. മാർച്ച് 11 WHO COVID-19 ഒരു പാൻഡമിക്കായി പ്രഖ്യാപിക്കുന്നത്. അപ്പോഴത്തേക്കിനും പല രാജ്യങ്ങളിലും പല ഭൂഖണ്ഡങ്ങളിലും ഒക്കെ കോവിഡ് പടർന്നു പിടിച്ചിരുന്നു. അപ്പോൾ അതിനുശേഷം കോവിഡിനെ നമ്മളൊരു പാൻഡമിക് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. കാരണം അതിൻ്റെ സ്പ്രെഡ് വളരെ വലുതാണ്. COVID-19 കൂടാതെ എയ്ഡ്സും WHO കറൻറ്റ് പാൻഡമിക് ലിസ്റ്റിലുള്ള ഒരു രോഗമാണ്. COVID-19 പടർന്ന് പിടിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ കേൾക്കുന്ന രണ്ട് വാക്കുകളാണ് ഐസൊലേഷനും ക്വാറന്റീനും. ഇത് രണ്ടും വളരെ സിമിലറായ മീനിങ് തന്നെയാണ്. അപ്പോൾ അതെന്താണെന്ന് കൂടി നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഐസൊലേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം വേർപെടുത്തുക, മാറ്റി നിർത്തുക, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഒരാൾക്കൊരു അസുഖമുണ്ട് എന്ന്, പോസിറ്റീവാണ് എന്ന് മനസ്സിലാക്കിയാൽ ആ ആളിനെ മറ്റുള്ളവരിൽ നിന്നും മാറ്റി നിർത്തി ഐസൊലേറ്റഡ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കാൻ സാധ്യതയുള്ളതായത് കാരണം ആ ആളിനെ ഒറ്റയ്ക്ക് ഒരു റൂമിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതേപോലെ ലോക്ക്ഡൗൺ സമയത്ത് നമ്മളെല്ലാവരും സെൽഫ് ഐസൊലേഷനിലായിരുന്നു. അതായത് സ്വയമേ നമ്മളെല്ലാവരിൽ നിന്നും മാറി നമ്മളും നമ്മളുടെ കുടുംബവും ഒക്കെ ആയിട്ട് മാത്രമാണ് നമ്മൾ ജീവിച്ചിരുന്നത്. അപ്പോൾ ആ സമയത്താണെങ്കിലും നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വേർപെട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അതാണ് സെൽഫ് ഐസൊലേഷൻ. അപ്പോൾ നമുക്ക് അസുഖം ഇല്ലെങ്കിൽ പോലും നമ്മളൊരു ഐസൊലേറ്റഡ് എൻവയോൺമെൻറ്റിലാണ്. അപ്പോൾ അതാണ് സെൽഫ് ഐസൊലേഷൻ. രോഗം വന്ന് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർക്കും ഐസൊലേഷൻ വാർഡിലാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ അവരെയും മറ്റുള്ളവരിൽ നിന്നൊക്കെ അകറ്റി നിർത്തി ഒറ്റയ്ക്കാണ് അവർക്കും ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. ക്വാറന്റീൻ എന്ന വാക്ക് രോഗങ്ങളുമായി ബന്ധപ്പെട്ടല്ലാതെയും നമ്മൾ മറ്റ് പല അവസരങ്ങളിലും യൂസ് ചെയ്യുന്നൊരു വാക്കാണ്. കോവിഡുമായി ബന്ധപ്പെട്ട് ഇതിന് എന്താണ് റെലവൻസ് എന്ന് നോക്കാം. അപ്പോൾ രോഗം വരാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ള ചില ആൾക്കാർ, അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർ, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ട്രാവൽ ചെയ്തിരിക്കുന്നവർ, ഇവരെയൊക്കെ ഹൈ റിസ്ക് കാറ്റഗറിയായി കണക്കാക്കി ഇവർക്ക് ഒരു ക്വാറന്റീൻ ഫെസിലിറ്റി കൊടുക്കുകയാണ്. അതായത് രോഗം വരാൻ ഏറ്റവും ചാൻസ് ഉള്ള ആൾക്കാരെ സ്വയമേ മാറ്റി താമസിപ്പിച്ച് കുറച്ച് നാൾ
നാൾ നിരീക്ഷണത്തിൽ നിൽക്കുന്നതിനെയാണ് ക്വാറന്റീൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് വീട്ടിലുള്ള ക്വാറന്റീൻ ആവാം, അതായത് ഹോം ക്വാറന്റീൻ, അതല്ലെങ്കിൽ ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന ഏതെങ്കിലും സ്ഥലങ്ങളിൽ ആയിരിക്കുകയും ചെയ്യാം, അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റീൻ. അപ്പോൾ ഇവർ ഏത് സ്ഥലത്തു നിന്നാണ് വരുന്നത് എന്നൊക്കെ അനുസരിച്ച് എത്ര ദിവസത്തെ ക്വാറന്റീൻ വേണമെന്ന് ഇവർക്ക് കമ്മ്യൂണിക്കേഷൻ കൊടുത്തിരിക്കും. അപ്പോൾ അത്രയും ദിവസം അവർ മറ്റുള്ളവരുമായി ബന്ധമില്ലാതെ ഒറ്റയ്ക്കാണ് താമസിക്കേണ്ടത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ നിരീക്ഷണത്തിലുമായിരിക്കും. അപ്പോൾ ഹൈ റിസ്ക് ഉള്ളതായത് കാരണം നിരീക്ഷണത്തിലുമാണ്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അവരെ വേഗം ഐഡൻറ്റിഫൈ ചെയ്യാനും അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് വേഗം ഉറപ്പാക്കാനും ഈ ക്വാറന്റീൻ എന്നൊരു പരിപാടി കൊണ്ട് സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മളുടെ കൊറോണ റിലേറ്റഡ് വൊക്കാബുലറിയുടെ ഒരു ചെറിയ ബ്രീഫ്. വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ എഴുതി അറിയിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.